നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ഡെഫിനിഷൻസ് ആൻഡ് ഒറിജിൻ എന്ന പാഠഭാഗമാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് പറയാം. അപ്പൊ സൈക്കോളജിയുടെ ഡെഫിനിഷൻ പറയുന്നതിന് മുൻപായിട്ട് ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ ഒരു മിററിന്റെ മുന്നിൽ നിൽക്കുകയാണെന്ന് ഇമാജിൻ ചെയ്തോളൂ. മിററിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് കാണാം, നമ്മുടെ കണ്ണ് കാണാം, നമ്മുടെ ക്ലോത്ത് കാണാം. പക്ഷേ നമ്മളത് നമ്മുടെ കുറച്ചുകൂടിയും ഇൻഡെപ്ത് ആയിട്ട് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് തിങ്കിങ് പ്രോസസ്സ്, ഇമോഷൻസ്, അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബിഹേവിയർ, ഒരുപാട് അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചെയിൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മൾ ഔട്ടർ പാർട്ട് കാണുന്നത് പോലെ നമുക്കത് ഇന്റേണൽ ആയിട്ടുള്ള തോട്ട്സും ബിഹേവിയേഴ്സും ഇമോഷൻസും ഒന്നും നമുക്ക് നമ്മളെ കണ്ണാടിയിൽ റിഫ്ലക്റ്റ് ആവുന്നില്ല. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? ആ ഒരു പ്രോസസ്സ് നമ്മുടെ ഇന്റേണലി നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളൊരു പ്രോസസ്സിന്റെ ഒരു ഔട്ടർ ലുക്കാണ് സൈക്കോളജി എന്ന സയന്റിഫിക് സബ്ജക്റ്റിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം യഥാർത്ഥത്തിലുള്ള നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിയെ അടുത്തറിയുന്ന ഒരു സയന്റിഫിക് പ്രോസസ്സാണ് സൈക്കോളജി. സൈക്കോളജി എന്നുള്ളത് ആദ്യമായിട്ട് ഒരു ഫിസിയോളജിയുടെയും ഫിലോസഫിയുടെയും കൂടെ ഇന്റർലോക്ഡ് ആയിട്ടായിരുന്നു സൈക്കോളജി എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നിരുന്നത്. അതിനുശേഷം സൈക്കോളജി ഒരു സയന്റിഫിക് സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാമെന്നും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ അല്ലെങ്കിൽ ഇമോഷൻസിനെ, കോഗ്നിറ്റീവ് പ്രോസസ്സിനെ സയന്റിഫിക് ആയിട്ട് മെഷർ ചെയ്ത് അനലൈസ് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്യാം എന്നുള്ള ഒരു അറിവ് വന്നതിന് ശേഷമാണ് സൈക്കോളജി ഒരു ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പോൾ ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് വരെയും സൈക്കോളജി ഫിസിയോളജിയുടെയും ഫിലോസഫിയുടെയും ഒരു പാർട്ടായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. 100 വർഷങ്ങൾക്ക് ശേഷമാണ് സൈക്കോളജി ഒരു സയന്റിഫിക് ഒരു ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയിരുന്നത്. സൈക്കോളജി, സൈക്ക് പ്ലസ് ലോഗോസ് എന്നുള്ള 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സൈക്കോളജി എന്നുള്ളൊരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. സൈക്ക് എന്ന് പറയുന്നത് മൈൻഡാണ്, ലോഗോസ് എന്ന് പറയുന്നത് സ്റ്റഡി. അപ്പം സൈക്കോളജി എന്നുള്ള വാക്കിന്റെ മീനിങ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് എന്നുള്ള അല്ലെങ്കിൽ നോളജ് ഓഫ് മൈൻഡ് എന്നുള്ളൊരു രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ മനസ്സ്? നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമുക്ക് മനസ്സ് ഓക്കെ അല്ല, എന്റെ മനസ്സിന് ശരിയല്ല എന്നൊക്കെ. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ മനസ്സ്? മനസ്സ് എന്നുള്ളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ, അതെന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റാതെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വില്യം ജെയിംസ് എന്നുള്ള സൈക്കോളജിസ്റ്റ് ഇതിന് വേറൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ദ സ്റ്റഡി ഓഫ് സോൾ എന്നുള്ളൊരു ഡെഫിനിഷൻ ആയിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പം സോൾ എന്ന് പറയുമ്പോൾ എന്താണ് സോള്? സോള് ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി ആയിട്ടാണ് എല്ലാവരും കണക്ട് ചെയ്യാറ്. അപ്പൊ സൈക്കോളജി ഒരു സയന്റിഫിക് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിക്ക് ഒരു ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടേം ഡെഫിനിഷനിൽ കൊണ്ടുവരുന്നത് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വില്യം വൂണ്ട് വേറൊരു ഡെഫിനിഷനുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഈ സോൾ എന്നുള്ള ഒരു ടേമിനെ ഡെഫിനിഷനിൽ നിന്നും റീപ്ലേസ് ചെയ്തിരിക്കുന്നത് കോൺഷ്യസ് എന്ന വേർഡുമായിട്ടാണ്. അപ്പം മൈൻഡ് എന്ന ഡെഫിനിഷനിൽ നിന്നാണ് സോൾ എന്ന ഡെഫിനിഷനിലേക്ക് എത്തിയത്. സോള് വീണ്ടും റീപ്ലേസ് ചെയ്ത് കോൺഷ്യസ്നെസ് എന്നൊരു വേർഡാക്കി ഒരു ഡെഫിനിഷനാക്കി മാറ്റി. അപ്പം കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ കോൺഷ്യസ്നെസ്? ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഇതിന്റെ എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കോൺട്രവേഴ്സീസ് അപ്പോഴും നടന്നിരുന്നു. അതിനുശേഷം സൈക്കോളജിക്ക് എല്ലാവരും വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പിന്നീട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തത് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ് എന്നുള്ള രീതിക്കാണ്. അല്ലെങ്കിൽ ബിഹേവിയറിന്റെയും മെന്റൽ പ്രോസസ്സസ്, കോഗ്നിറ്റീവ് പ്രോസസ്സിന്റെയും ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി എന്നുള്ളൊരു ഡെഫിനിഷനിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പം ഒരു പൂർണ്ണമായിട്ടും സൈക്കോളജിയുടെ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ psychology is the scientific study of human behavior and mental processes or cognitive processes എന്നുള്ള ഡെഫിനിഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി എന്താണ് ലിമിറ്റേഷൻസ്? ഈ ഒരു സൈക്കോളജിയുടെ ഒരു ഡെഫിനിഷനിലുള്ള ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഒന്നാമത് വന്നിട്ടുള്ളത് കൺസെപ്ച്വൽ പ്രോബ്ലംസ് ആണ്. ഇതിന് 2 ലിമിറ്റേഷൻസ് ആണ് ഈ ഒരു ഡെഫിനിഷന് പറയുന്നത്. ഒന്നാമത്തത് കൺസെപ്ച്വൽ പ്രോബ്ലം, രണ്ടാമത്തത് പ്രാക്ടിക്കൽ പ്രോബ്ലം. അപ്പൊ എന്താണ് കൺസെപ്ച്വൽ പ്രോബ്ലം?
അപ്പോൾ ഈ ഒരു ഡെഫിനേഷനിൽ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ബിഹേവിയറിന്റെയും മെന്റൽ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് പ്രോസസ്സിലുമാണ് ഈ ഒരു സൈക്കോളജിയുടെ ഡെഫിനേഷൻ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോൺട്രോവേഴ്സീസ് ഈ ഒരു ഡെഫിനേഷനിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്നാമത്തേതായി ലിമിറ്റേഷൻ വന്നിരിക്കുന്നത് കൺസെപ്ച്വൽ പ്രോബ്ലത്തിൽ തന്നെയാണ്. അതായത് ഹ്യൂമൻസിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ബിഹേവിയേഴ്സിനെയൊക്കെ ഓവർ സിംപ്ലിഫൈ ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാളുടെ സ്റ്റേജ് ഫിയർ, ഒരാൾ ആദ്യമായിട്ട് സ്റ്റേജിൽ സംസാരിക്കാനോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഷെയ്ക്കിങ് അല്ലെങ്കിൽ നമുക്ക് വോയിസ് പുറത്തേക്ക് വരാത്ത അവസ്ഥ, അപ്പൊ ഈ കാര്യങ്ങളെയൊക്കെ വെറുതെ ജസ്റ്റ് ഒരു സിംപ്ലിഫൈ ചെയ്ത രീതിക്കാണ് ഒന്നാമത്തെ കൺസെപ്ച്വൽ പ്രോബ്ലം ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് വെസ്റ്റേൺ കൾച്ചറിന് കുറച്ചുകൂടി പ്രയോറിറ്റീസ് കൊടുത്തതാണ്. വെസ്റ്റേൺ കൾച്ചറിസം എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വാലിസം, ഇതിൽ രണ്ട് കൺസെപ്റ്റ് ആണ് വരുന്നത്, ഇൻഡിവിജ്വാലിസം കളക്ടിവിസം. അപ്പൊ സൈക്കോളജിയുടെ ഒരു ഡെഫിനേഷൻ കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ളത് ഇൻഡിവിജ്വാലിസത്തിലേക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇൻഡിവിജ്വാലിസം എന്താണ്, കളക്ടിവിസം എന്താണ്? കളക്ടിവിസം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ അറിയാം കളക്റ്റീവ് കോമ്പണന്റ് ആണ്. അതായത് ഒരു ടുഗെദർനെസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ടുഗെദർനെസ് എന്നാണ് ആ കളക്ടിവിസത്തിന് മീനിങ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ ഇൻഡിവിജ്വൽ നീഡ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കൂടെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ നീഡ്സും, അതായത് അവരൊരു ഗ്രൂപ്പ് ഹാർമണിക്കാണ് കുറെ കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ ഇൻഡിവിജ്വാലിസം എന്ന് പറയുമ്പോൾ സെൽഫിന്റെ കാര്യമാണ്. സെൽഫും അവരുടെ ഫാമിലി അതിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സെൽഫ് റിലയൻസ്, സെൽഫ് ഇമ്പോർട്ടൻസ്, സെൽഫ് കെയർ. അപ്പം അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബിഹേവിയർ രൂപപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെങ്കിൽ ജനറ്റിക്സ്, ഇൻഹെറിറ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ ചുറ്റുപാടും ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരുപാട് ലേണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ കാര്യം, അതായത് ഒരു മനുഷ്യന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മെന്റൽ പ്രോസസ്സ്, ബിഹേവിയർ എന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒരുപാട് ബ്രോഡർ ഡെഫിനിഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കൺസെപ്ച്വൽ പ്രോബ്ലം ഓഫ് ദ സൈക്കോളജി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ്. സൈക്കോളജിയുടെ പ്രാക്ടിക്കൽ വശങ്ങളിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസിനെയാണ് രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ കൺസെപ്ച്വൽ പ്രോബ്ലത്തിൽ പറഞ്ഞ ആ സിമിലർ കൺസെപ്റ്റ് ഒന്നും കൂടെയും പറയാം, ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഡെഫിനിഷൻ കൂടുതലായിട്ടും ന്യൂലി എമേർജിങ് ഏരിയാസ് സച്ച് ആസ് എൻവിറോൺമെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ കൾച്ചറൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി, ഇതിനാണ് കൂടുതലായിട്ടും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതാണ് പ്രാക്ടിക്കൽ വശം പറയുന്നത്. മാത്രമല്ല സബ്ജക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഒപ്പീനിയൻസ് അത് ബയാസ് ആയിട്ട് ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. അതാണ് പ്രാക്ടിക്കൽ വശം. അതായത് എല്ലാ കാര്യങ്ങളും ഒബ്ജക്റ്റീവായിട്ട്, ഇപ്പം നമ്മുടെ സബ്ജക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റാതെ അത് ഒരു പ്രാക്ടിക്കൽ ഡൊമൈനിൽ വരുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് ഈ ഒരു ഡെഫിനേഷനിൽ പറയുന്നത്. അടുത്തത് ഈ ഒരു നേച്ചർ ഓഫ് സൈക്കോളജിയാണ്. അപ്പൊ സൈക്കോളജിയുടെ നേച്ചറിനെ മൂന്ന് ബേസിസിലാണ് സൈക്കോളജിയുടെ നേച്ചറിനെ പറയുന്നത്. ഒന്നാമത്തത് സയന്റിഫിക് സ്റ്റഡി, സൈക്കോളജി ആസ് എ സയന്റിഫിക് സ്റ്റഡി. രണ്ടാമത്തത് ഓൺ ദി ബേസിസ് ഓഫ് ബിഹേവിയർ. മൂന്നാമത്തത് ഓൺ ദി ബേസിസ് ഓഫ് കോഗ്നിറ്റീവ് ഓർ മെന്റൽ പ്രോസസ്സസ്. അപ്പോൾ ആദ്യത്തെ നേച്ചർ ഓഫ് സൈക്കോളജി പറയാം, സൈക്കോളജി ആസ് എ സയന്റിഫിക് സ്റ്റഡി. അപ്പം സൈക്കോളജി ഒരു സയൻസ് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. ആദ്യ കാലഘട്ടങ്ങളിൽ ഫിസിയോളജിയുടെയും ഫിലോസഫിയുടെയും കൂടെ നിന്ന് പഠിച്ച സൈക്കോളജിയെ 100 വർഷങ്ങൾക്ക് ശേഷം ഹ്യൂമൻ ബിഹേവിയർ, മെന്റൽ പ്രോസസ് ഒക്കെ മെഷർ ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം, സയന്റിഫിക്കലി മെഷർ ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ള കണ്ടുപിടുത്തത്തിന് ശേഷം ഒരു ഡിഫറെന്റ് എൻറ്റിറ്റി ആയി മാറിയതാണ് ഈ ഒരു സയന്റിഫിക് ഫീൽഡ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ സയന്റിഫിക് ഫീൽഡിലും നടക്കുന്നത് പോലെ സൈക്കോളജിയിലും ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ് ഓരോ കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പറയുന്നത് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ എംപിരിക്കൽ നേച്ചർ ആണ്. അതായത് എംപിരിക്കൽ നേച്ചറിൽ പറയുന്നത് സൈക്കോളജിയിൽ എക്സ്പെരിമെന്റേഷൻസും ഒബ്സർവേഷൻസും നടത്തിക്കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടതെന്നാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഒരു ഹ്യൂമൻ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സൈക്കോളജിസ്റ്റുകാർ ഒരു കൺട്രോൾഡ്
സിറ്റുവേഷനിൽ എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഒബ്സർവേഷൻ, ഒരു കൺട്രോൾഡ് എൻവിറോൺമെന്റിൽ ഒബ്സർവേഷൻ നടത്തിയിട്ടാണ്. ഒബ്സർവേഷൻ പല രീതിക്ക് നടത്താം. പാർട്ടിസിപ്പന്റ് ആയിട്ട് നടത്താം, നോൺ പാർട്ടിസിപ്പന്റ് ആയിട്ടും നടത്താം. പാർട്ടിസിപ്പന്റ് എന്ന് പറയുമ്പോൾ എവിടെയാണോ ദ ആക്ച്വൽ സിനാരിയോ അല്ലെങ്കിൽ ആക്ച്വൽ എക്സ്പെരിമെന്റേഷൻ എവിടെയാണോ നടക്കുന്നത് അതിൽ നമ്മളും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പന്റ് ആയിട്ട് നമ്മൾ മാറി നിന്നുകൊണ്ട് എക്സ്പെരിമെന്റേഷൻ ആക്ച്വൽ സിനാരിയോ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്കൊരു കണ്ടുപിടുത്തത്തിലേക്ക് എത്താം. അതിനെയാണ് എംപിരിക്കൽ നേച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ബേസ്ഡ് തിയറിയാണ്. അതായത് ഡാറ്റ കളക്ഷൻ എങ്ങനെയൊക്കെ നടത്താം? ക്വസ്റ്റ്യനറിലൂടെ നടത്താം, ഇന്റർവ്യൂയിലൂടെ നടത്താം, ഒരു ഫോൺ കോളിലൂടെ നടത്താം, ഇമെയിലിലൂടെ നടത്താം, സർവേയിലൂടെ നടത്താം. അങ്ങനെയെല്ലാം ഡാറ്റാസ് സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്ത് അത് ഒബ്സർവ് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അത് ഇന്റർപ്രിറ്റ് ചെയ്തിട്ടൊരു കൺക്ലൂഷൻസിലേക്ക് എത്തുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ബേസ്ഡ് തിയറി എന്ന് പറയുന്നത്. രണ്ടാമത്തത് മെഷർമെന്റ് ആണ്. പക്ഷെ ഇവിടെയും ഒരുപാട് കോൺട്രവേഴ്സീസ് നടന്നിട്ടുണ്ട്. കാരണം ഹ്യൂമൻ ബിഹേവിയറിന്റെ എല്ലാ മെന്റൽ പ്രോസസ്സിനെയും ആക്ച്വലി ഒബ്സർവ് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യത്തിലും ഇവിടെ ഒരുപാട് കോൺട്രവേഴ്സീസ് നടന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരുപാട് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഒരുപാട് തിയററ്റിക്കൽ കൺസെപ്റ്റുകളെയൊക്കെ മെഷർ ചെയ്ത് ഇപ്പൊ ഇന്റലിജൻസ് മെഷർ ചെയ്യാൻ പറ്റും, പേഴ്സണാലിറ്റി, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മെഷർമെന്റിലൂടെ ഒരുപാട് കൺക്ലൂഷൻസിലേക്ക് എത്തുന്നതിനെയാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് സൈക്കോളജി ആസ് എ സയന്റിഫിക് സ്റ്റഡി എന്നുള്ളതിന്റെ ഒരു നേച്ചർ ഓഫ് ഡെഫിനിഷൻ പറയുന്നത്. അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ്. അപ്പൊ എന്താണ് ഈ ബിഹേവിയർ? ഒരാള് ഒരു സിറ്റുവേഷൻ, ഒരു കൂൾ ബാറിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള വെയിറ്ററിനോട് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുകയാണ്. ആ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ അവരുടെ ബിഹേവിയർ കൺക്ലൂഡ് ചെയ്തു, അതായത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ആളാണതെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സിനാരിയോ കണ്ടുകൊണ്ട് ഒരു പേഴ്സണെ നമുക്ക് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ബിഹേവിയർ രണ്ട് തരത്തിലാണുള്ളത്: ഓവേർട്ട് ബിഹേവിയർ ആൻഡ് കോവേർട്ട് ബിഹേവിയർ. ഓവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് ഒബ്സർവ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബിഹേവിയറിനെയാണ് ഓവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. കോവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത, മെഷർ ചെയ്യാൻ പറ്റാത്ത ബിഹേവിയേഴ്സിനെയാണ് കോവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ സൈക്കോളജിസ്റ്റുകാര് എല്ലാ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് കൂടുതലും പഠിച്ചിട്ടുള്ളത്. അതായത് ഒരാളുടെ ബിഹേവിയർ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫിനോമിനോളജിക്കൽ പെർസ്പെക്റ്റീവിനെ കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഫിനോമിനോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പം ടോട്ടൽ പേഴ്സന്റെ ടോട്ടൽ എക്സ്പീരിയൻസ് ഓഫ് ദ പേഴ്സൺ ആണ്. ഒരാൾ ജനിക്കുമ്പോൾ മുതൽ ജീവിക്കുന്നിടത്തോളം കാലം വരെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് ലേൺ ചെയ്തിട്ടുണ്ടാവും. എക്സ്പീരിയൻസിലൂടെയും കാര്യങ്ങൾ വായിച്ചും കണ്ടും അറിഞ്ഞും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം അവരുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് അതാണ് ലേറ്റർ ഓൺ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതാണ് സിഗ്മണ്ട് ഫ്രോയിഡും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാവണമെങ്കിൽ അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്, എന്തൊക്കെ കൺഫ്ലിക്റ്റും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസും ഹാപ്പി മൊമെന്റ്സും വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ ഒരാളുടെ ബിഹേവിയർ നമുക്ക് സയന്റിഫിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് ബിഹേവിയർ. അപ്പൊ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ലേൺഡ് പ്രോസസ് ആണ്. നമുക്കത് കണ്ടീഷനിങ്ങിലൂടെ ലേൺ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കാം ബിഹേവിയർ, അല്ലെങ്കിൽ കോൺസിക്വൻസ് ബേസ്ഡ് ആയിരിക്കാം നമ്മുടെ ബിഹേവിയർ നമ്മൾ രൂപപ്പെടുത്തുന്നത്. അതായത് നമുക്ക് റിവാർഡ് കിട്ടുകയാണ്, നമ്മളൊരു ബിഹേവിയർ പെർഫോം ചെയ്യുമ്പോൾ അതിന് നമുക്ക് അപ്രീസിയേഷൻ ആണ് കിട്ടുന്നത് എങ്കിൽ നമ്മൾ ആ ബിഹേവിയർ വീണ്ടും നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യമുണ്ട്, നമ്മളത് ചെയ്യും. പക്ഷേ അതിന്റെ കോൺസിക്വൻസ് നെഗറ്റീവ് എഫക്റ്റ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ആ ബിഹേവിയർ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടില്ല. അതേപോലെയുള്ളൊരു കാര്യമാണ് വികാരിയസ് ലേണിംഗ്. വികാരിയസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയും എക്സ്പീരിയൻസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമെന്ന്. വികാരിയസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരാള് ആ സെയിം ബിഹേവിയർ പെർഫോം ചെയ്തത് കൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, അത് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കാം, പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കാം, അതെന്താണോ അത് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തെയാണ്
അങ്ങനെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തെയാണ് വികാരിയസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ എന്നുള്ളൊരു നേച്ചറിൽ പറയുന്നത്. രണ്ടാമത് പറയുന്നത് മെന്റൽ പ്രോസസ് ആണ്. മെന്റൽ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ് മെന്റൽ പ്രോസസ്? മെന്റൽ പ്രോസസ്സിന് കോഗ്നിറ്റീവ് പ്രോസസ് എന്നും പറയാം. അതായത് നമ്മുടെ ഉള്ളില്, നമ്മുടെ മൈൻഡ് ഒരു കൊളോക്കിയൽ ടേം ഓഫ് ദ ബ്രെയിൻ എന്നാണ് പറയപ്പെടുന്നത്. അതായത് മൈൻഡിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻസ്, ഇതൊക്കെ നമ്മുടെ ബ്രെയിനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഓരോ റീജിയൻസിനും ഓരോ ധർമ്മം, ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഫങ്ഷൻസ്, കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഹോർമോണൽ ഇംബാലൻസസ്, അതൊക്കെ കാരണമാണ് നമ്മുടെ സ്വഭാവത്തെ അതും നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അപ്പം കോഗ്നിറ്റീവ് അല്ലെങ്കിൽ മെന്റൽ പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചേഴ്സ്, നമ്മുടെ ഓരോ ബ്രെയിൻ സ്ട്രക്ചേഴ്സിനും അതിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണോ, അതായത് നമ്മുടെ പേഴ്സണാലിറ്റി, ഫ്രണ്ടൽ കോർട്ടെക്സ്, ഫ്രണ്ടൽ ലോബ്, ഫ്രണ്ടൽ കോർട്ടെക്സ്. അപ്പൊ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഒരു ധർമ്മമാണ് നമ്മുടെ പേഴ്സണാലിറ്റി, അതേപോലെ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ നമ്മളെ ലീഡ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. അതേപോലെ അമിഗ്ഡാല എന്ന് പറയുമ്പോൾ അമിഗ്ഡാല എന്ന് പറയുന്നത് ഇമോഷൻസിന്റെ ഒരു സെന്റർ ആയിട്ടാണ്. നമ്മുടെ ഫിയർ അല്ലെങ്കിൽ ലവ് ഇമോഷൻസ്, അങ്ങനെയുള്ള ഇമോഷൻസിന്റെ ഒക്കെ ഒരു സെന്റർ ആണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോ ബ്രെയിൻ സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ആ ബ്രെയിൻ സ്ട്രക്ചറിന്റെ ഓരോ ഫങ്ഷൻസ് ആണ് നമ്മുടെ മെന്റൽ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഈ ബയോളജിക്കൽ ബേസിസ് ആണ് യഥാർത്ഥത്തിൽ മെന്റൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സ്. അപ്പൊ ഇതാണ് നേച്ചർ, നമ്മുടെ മെന്റൽ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു സൈക്കോളജി ഡെഫിനിഷന്റെ ഒരു നേച്ചർ. അടുത്ത് പറയാൻ പോകുന്നത് ഗോൾസ് ഓഫ് സൈക്കോളജി ആണ്. അപ്പോൾ സൈക്കോളജിക്ക് പ്രധാനമായും 4 ഗോൾസ് ആണുള്ളത്: ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രെഡിക്ഷൻ ആൻഡ് കൺട്രോൾ. അപ്പം ഒരു സൈക്കോളജി സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ മെയിൻലി 4 ഗോൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് ഒരു കാര്യം നടക്കുന്ന സമയത്ത് അത് എപ്പോഴാണ് ഉണ്ടായത്, എങ്ങനെയാണ് അത് ഉണ്ടായത്, ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്, എന്തുകൊണ്ടാണ് ആ ഒരു ആക്ച്വൽ സിനാരിയോ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്, ഒരു കൂൾ ബാറിൽ ഒരാൾ പോകുന്ന സമയത്ത് വെയിട്രസിനോട് അഗ്രസീവായിട്ട് പെരുമാറിയെന്നുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കാം? അതിന് മുൻപ് അയാൾക്ക് എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടോ, അതോ വേറെ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ അയാൾ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് അയാൾക്കുണ്ടോ? ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതെ പെട്ടെന്ന് ഒരു ഡിസിഷൻ ഡ്രോ ഓൺ ചെയ്യരുത് എന്നുള്ളതാണ് ഇതിനുള്ള അർത്ഥം. അതായത് ആ ഒരു പ്രോസസ്സ്, ആ ഒരു സിറ്റുവേഷൻ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം എപ്പോഴൊക്കെയാണ് അത് ഉണ്ടായിട്ടുള്ളത്, എന്തുകൊണ്ടായിരിക്കാം അത് ഉണ്ടായിട്ടുള്ളത്. ജസ്റ്റ് ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യാതെ ആദ്യം ആ ഒരു ഉണ്ടായിട്ടുള്ള ഒരു സിനാരിയോ ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നിട്ടുള്ളത്. അതിനുശേഷം പ്രെഡിക്റ്റ് ചെയ്യാം. പ്രെഡിക്ഷൻ വരുമ്പോൾ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പും കൂടെ പ്രെഡിക്ഷനിൽ വരുന്നുണ്ട്. കാരണം ഇനി ഈ ഒരു ആള് ഈ ഒരു ബിഹേവിയർ ഇവിടെ കാണിച്ചതുപോലെ ഇനി കാണിക്കാനുള്ള സാധ്യത എന്താണ്, ഒരു പ്രോബബിലിറ്റിയാണ്, അത് പ്രെഡിക്റ്റ് ചെയ്യാണ്. എപ്പോഴും കാണിക്കാം, എന്തുകൊണ്ട് കാണിക്കാം, ഏത് സിറ്റുവേഷൻ വരുമ്പോൾ കാണിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെയാ പറയുന്നത്, കോസ് ആൻഡ് എഫക്റ്റ് ആണ്. നേരത്തെ ആ കോസ്, ആ ഒരു കാരണം അവിടെ നടന്നത് കൊണ്ടാണ് ആ ഒരു എഫക്റ്റ് അവർ കാണിച്ചത്. അപ്പൊ ഇവിടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. അങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുക നമ്മൾ. പ്രെഡിക്ഷന് ശേഷം കൺട്രോൾ ആണ്. അപ്പൊ പ്രെഡിക്റ്റ് ചെയ്തു. അപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തൊരു മെത്തേഡാണ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പം ഈ ഒരു കോസിനി വന്നു കഴിഞ്ഞാലേ ഈ ഒരു എഫക്റ്റ് അവരെ കാണിക്കുകയുള്ളൂ. അതാണ് കൺട്രോൾ. അപ്പം അത്തരത്തിലുള്ള, അതായത് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ബിഹേവിയർ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഒരു ടാർഗറ്റ് ബിഹേവിയർ ആക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു എഫക്റ്റ് വരുന്നതിന് മുൻപ് വന്നിട്ടുള്ള കോസ്, ആ കോസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്തുകൂടെ? അപ്പം അതാണ് കൺട്രോൾ എന്നുള്ളൊരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ 4 മെയിൻ ഗോൾസ്: ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രെഡിക്ഷൻ ആൻഡ് കൺട്രോൾ. അപ്പോൾ ഒരു കാര്യം നടക്കുന്നതിന് മുൻപായിട്ട് ആദ്യം ആ കാര്യം ഡിസ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം അത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനുശേഷം അതിന്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രെഡിക്റ്റ് ചെയ്യുക, അതിനുശേഷം കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ ബിഹേവിയറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾസ് ഓഫ് സൈക്കോളജി. ഇനി പറയാൻ പോകുന്നത് ഒറിജിൻസ് ഓഫ് സൈക്കോളജി ആണ്.
അപ്പം തുടക്കത്തിലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കോളജി ഒരു 100 വർഷത്തിന് മുൻപ് വരെയും സൈക്കോളജി ഫിസിയോളജിയുടെയും ഫിലോസഫിയുടെയും പാർട്ടായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അതിനുശേഷം നമുക്ക് മറ്റ് സയന്റിഫിക് സബ്ജക്ട്സിനെ പോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയറിനെയും മെന്റൽ പ്രോസസ്സിനെയും സയന്റിഫിക് ആയിട്ട് മെഷർ ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ള അറിവ് വന്നതിന് ശേഷം സൈക്കോളജി ഒരു ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാനും അതൊരു സയന്റിഫിക് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനും തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തന്നെയാണ് സൈക്കോളജിയുടെ ഒറിജിൻ. അപ്പം സൈക്കോളജി എന്നുള്ള ഒരു ടേം വന്നിട്ടുള്ളത് സൈക്ക് പ്ലസ് ലോഗോസ് എന്നുള്ള 2 ഗ്രീക്ക് ടേംസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ സൈക്കോളജിയുടെ ഡെഫിനേഷനും പറഞ്ഞു. ഇനി അതിന്റെ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും ഇന്ത്യൻ റൂട്ട്സും ആൻഷ്യന്റ് ഗ്രീക്ക് റൂട്ട്സുമാണ് നമ്മൾ ഒറിജിൻസ് ഓഫ് സൈക്കോളജിയിൽ പറയാൻ പോകുന്നത്, അതിന്റെ ഹിസ്റ്ററി. അപ്പം ഈ ഒരു സൈക്കോളജി ആദ്യമായിട്ട്, അതായത് സൈക്കോളജി ഒരു ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റി ആയിട്ട് വന്നു തുടങ്ങിയിട്ടുള്ള സമയത്ത് ഒരുപാട് സൈക്കോളജിസ്റ്റുകാരും സയന്റിസ്റ്റുകാരും ഫിലോസഫേഴ്സും ഒരുപാട് ഡൗട്ട്സ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സൈക്കോളജി ഒരു ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റി ആക്കുമ്പോൾ എന്താണ് മൈൻഡ്, എന്താണ് ബിഹേവിയർ, എന്താണ് മെന്റൽ പ്രോസസ്സ്, ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്, ഫ്രീ വില്ലിലാണോ മനുഷ്യന്മാർ ആക്ട് ചെയ്യുന്നത്? അതായത് ഫ്രീ വിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നി ആ സമയത്ത് നമ്മൾ ചെയ്തു, അങ്ങനെയാണോ അതോ വേറെ എന്തെങ്കിലും പ്രോസസ്സ് ബിഹൈൻഡ് ആയിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പ്രോസസ്സ് ഇതിനെ ലീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കുറെ ഡൗട്ട്സ് ആയിട്ട് ഒരുപാട് സൈക്കോളജിസ്റ്റുകാരും ഫിലോസഫേഴ്സും സയന്റിസ്റ്റുകാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻസ്, സൈക്കോളജിസ്റ്റ്, ഫിലോസഫർ, സയന്റിസ്റ്റ്, ഇവരുടെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻസ് ആണ് സൈക്കോളജിയുടെ ലേറ്റർ ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഫ്രീ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണോ നമ്മുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്, അതോ ഈ ആക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേറെ എന്തെങ്കിലും പ്രോസസ്സ് നമുക്കുള്ളിൽ നടക്കുന്നുണ്ടോ? ഇതിനുള്ള ഒരു കണ്ടുപിടുത്തത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് ആദ്യം. അപ്പോഴാണ് പല സൈക്കോളജിസ്റ്റുകാരും ഫിലോസഫേഴ്സും വന്ന് പറഞ്ഞത് മൈൻഡും ബോഡിയും ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റീസ് ആണ്, അതിന് തമ്മിൽ വേറെ കണക്ഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷം തന്നെ വീണ്ടും ഒരു ഇന്റർ കണക്ഷനിസം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്ന ഫിലോസഫേഴ്സ്, അതായത് സൈക്കോളജി മൈൻഡും ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ പോലും അവർ തമ്മിൽ ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്, മൈൻഡും ബോഡിയും തമ്മിലുള്ളൊരു ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തി. പക്ഷേ അതിന്റെ കൂടെ തന്നെ മൈൻഡും ബോഡിയും ഡിഫറെന്റ് ആണ്, അത് നമ്മുടെ തന്നെ ബ്രെയിനിനുള്ളിലുള്ള ഒരു പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്, പീനിയൽ ഗ്ലാൻഡിലൂടെയാണ് മൈൻഡും ബോഡിയും ഇന്ററാക്ഷൻ നടത്തുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തി. പക്ഷെ പിന്നീട് സൈക്കോളജി അല്ലെങ്കിൽ ഒരു മെന്റൽ പ്രോസസ്സ് റിലീജിയസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതായത് റിലീജിയസ് കാര്യങ്ങളുടെ ബേസിലാണ് ഈ ഒരു മെന്റൽ പ്രോസസ്സ് ഒക്കെ നടക്കുന്നത് എന്നുള്ളത്. ആ കുറച്ചുകൂടിയും കാലം കഴിഞ്ഞപ്പോഴേക്കും ഫിസീഷ്യൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടായി. അതായത് മൈൻഡിന്റെ പ്രോബ്ലംസിനേക്കാളും കൂടുതൽ അവര് ഫിസിക്കൽ ബോഡിയുടെ ട്രീറ്റ്മെന്റ്, അതിന്റെ ഒരു കോസ് ഓഫ് ഇൽനെസ്, അതിലേക്കൊക്കെ ആയിരുന്നു അവർ പിന്നീട് തിരിഞ്ഞിരുന്നത്. ആ സമയത്ത് ഫിസിഷ്യൻസിന് ഒരുപാട് പേർക്ക് പിന്നീടും ഡൗട്ട് ഉണ്ടായി. അതായത് ശരീരത്തിന്റെ പല പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് വേറെയാണ്, അതായത് മെന്റൽ പ്രോസസ് ആണ്. അങ്ങനെയാണ് പിന്നീടും മൈൻഡിലേക്ക് തോട്ട്സ് ഡൈവേർട്ട് ആയി വരുന്നത്. അപ്പൊ അതിനുശേഷം വീണ്ടും മൈൻഡും ബോഡിയും ഡിസ്റ്റിങ്ക്ട് അല്ല, അത് ഇന്റർലോക്ഡ് ആണ്, അത് കണക്ഷൻ ഉണ്ട്, മൈൻഡും ബോഡിയും തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ മൈൻഡിന് ഒരു പ്രോബ്ലം വന്നാൽ അത് ബോഡിയിലും ഫിസിക്കലി എവിഡന്റ് ആയിട്ടായിരിക്കും, ഫിസിക്കലി സിംറ്റംസ് ആയിട്ട് എവിഡന്റ് ആകും എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത് പിന്നീടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇനി ഇന്ത്യൻ റൂട്ട്സ് പറയുകയാണെങ്കിൽ ഒരുപാട് ആൻഷ്യന്റ് ഇന്ത്യൻ ബുക്സിൽ സൈക്കോളജിയെ കുറിച്ചിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടും തെറാപ്യൂട്ടിക് ടെക്നിക്സ് ഒക്കെയും വെച്ച് തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് സോങ് ഓഫ് ദ ഗോഡ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമുക്കറിയാം അർജുന്റെയും ലോർഡ് കൃഷ്ണയുടെയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഇവിടെ കൃഷ്ണ ഒരു തെറപ്പിസ്റ്റിന്റെ റോളും അർജുന ഒരു ക്ലയന്റിന്റെ റോളുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് യുദ്ധത്തിന്റെ സമയത്ത് ക്ലയന്റിന് തെറപ്പിസ്റ്റ് ഒരുപാട് മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ഒരു കൗൺസിലിങ്ങും മറ്റേ സൈക്കോ തെറാപ്യൂട്ടിക് ടെക്നിക്സും ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഭഗവത്ഗീതയില് സൈക്കോ തെറാപ്യൂട്ടിക് ടെക്നിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു യുദ്ധം മുഴുവനും ഒരു ക്ലയന്റും തെറപ്പിസ്റ്റും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നീട്
ഇപ്പൊ ഗൗതമ ബുദ്ധ ഒരു 35 years ഓഫ് ഏജ് ഒക്കെ ആയപ്പോഴാണ് എൻലൈറ്റൻമെന്റ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്, ബോധോദയം നടന്നിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് പക്ഷെ ഒരുപാട് ബുദ്ധമതക്കാർ പറയുന്നത് ഈ ഒരു ബുദ്ധന് മുൻപായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ ബോധോദയം വന്നിട്ടുണ്ടെന്നാണ്. അതായത് ബുദ്ധനെ ഒരു ഗോഡായിട്ടല്ല അവർ കാണുന്നത്, പകരം അവര് മെയിൻ ആയിട്ട് നോക്കിയിട്ടുള്ളത് ഒരു നേച്ചർ ഓഫ് ഹ്യൂമൻ ലൈഫിനെയാണ്. എല്ലാ കാര്യങ്ങളിലും, അതായത് ഒരു ഹ്യൂമന്റെ സഫറിങ് ആണ്, പെയിനിനാണ് അവർ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഹ്യൂമന്റെ സഫറിങ് അല്ലെങ്കിൽ പെയിനിന് റീസൺ അവനവൻ തന്നെയാണ് എന്നുള്ളതാണ് എൻലൈറ്റൻമെന്റ് അവർക്ക് മനസ്സിലായ കാര്യം. അതായത് ആഗ്രഹങ്ങള് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത, അതായത് ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വരിക ആ സമയത്താണ് എൻ്റെ ലൈഫിന്റെ പർപ്പസ് എന്താണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എൻ്റെ ലൈഫിന് ഒരു മീനിങ് ഇല്ല. അപ്പൊ മീനിങ്, ദ വിൽ ഓഫ് മീനിങ്, അതായത് മീനിങ് കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യം മനുഷ്യന്റെ തന്നെ ധർമ്മമാണ്. എല്ലാ ആൾക്കാർക്കും ലൈഫിന്റെ ഏതൊരു സിറ്റുവേഷനിലും ലൈഫിന്റെ പർപ്പസ് എന്താണ്, ഞാൻ ജീവിക്കുന്നത് എന്തിനാണ്, എൻ്റെ മീനിങ് ഓഫ് ലൈഫ് എന്താണ്, അത് കണ്ടെത്തിയില്ല എങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വരും എന്നാണ് പറയുന്നത്. സൈക്കോളജിയിൽ തന്നെ എക്സിസ്റ്റൻഷ്യൽ തിയറി ഉണ്ട്. അതേപോലെ സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആയിട്ടുള്ള ഓൺടോളജി, അതായത് സെൽഫിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഈ കൺസെപ്റ്റ് ഒക്കെയും ബുദ്ധിസത്തിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീടുള്ളതാണ് സൂഫിസം, അതായത് അതൊരു മുസ്ലിംസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് സൂഫിസം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ സൂഫിസം മുസ്ലിംസ് അല്ല. അപ്പൊ അവര് മെയിൻ ആയിട്ട് പറയുന്നത് ഇന്ററാക്ഷൻ വിത്ത് ദ ഗോഡ് ആണ്. അതായത് ഗോഡുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ഫോം ഓഫ് ഡാൻസ് വിർലിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു പ്രെയർ ഫോമിലാണ് ആ ഒരു ഡാൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം യോഗയിൽ തന്നെ പറഞ്ഞാല് നമ്മുടെ സ്പൈനൽ കോഡിന്റെ താഴെയായിട്ടാണ് ഈ ഒരു സ്പിരിച്വൽ എൻറ്റിറ്റി കൺസിസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആൻഷ്യന്റ് ഗ്രീക്കിലും ഇന്ത്യൻ റൂട്ട്സും ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. ഭയങ്കര കോംപ്ലെക്സ് ആണ്. പക്ഷെ ഓൾറെഡി ലേറ്റർ ഓൺ സൈക്കോളജിക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടോ, പക്ഷെ ഇതെല്ലാം ഓൾറെഡി തന്നെ ഗ്രീക്ക് ഫിലോസഫേഴ്സും ആൻഷ്യന്റ് ഗ്രീക്കിലുള്ള തത്വചിന്തകന്മാരും ഇന്ത്യൻ സൈക്കോളജിയിലെ ഒരുപാട് ട്രീറ്റിസും ഓൾറെഡി ഇതിനെയൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് പ്യുവർ സൈക്കോളജിയും ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയാണ്. അപ്പൊ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്യുവർ സൈക്കോളജിയും, ഒന്നാമത്തതാണ് പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും. അപ്പൊ പ്യുവർ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വൽ തിയറീസും ഡെവലപ്മെന്റ്സും വന്നിട്ടുള്ള ഒരു ഏരിയയാണ് പ്യുവർ സൈക്കോളജി. അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഈ പ്യുവർ സൈക്കോളജിയിലുള്ള നോളജ്, തിയറിറ്റിക്കൽ കൺസെപ്റ്റ്സ് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ് അപ്ലൈഡ് സൈക്കോളജി. അപ്പൊ ആദ്യം വേണ്ടത് പ്യുവർ സൈക്കോളജി ആണ്. ഒരു ജനറൽ കൺസെപ്റ്റ് എന്താണ്, ആ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ തിയറീസ് പഠിച്ചതിന് ശേഷം ആക്ച്വൽ റിയൽ വേൾഡ് സിനാരിയോ, റിയൽ വേൾഡ് എക്സാമ്പിൾസിലേക്ക് അതിന് അപ്ലൈ ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ ലെവൽ ഓഫ് കൺസെപ്റ്റ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ് അപ്ലൈഡ് സൈക്കോളജി. അപ്പൊ എന്തൊക്കെയാണ് പ്യുവർ സൈക്കോളജി എന്ന് നോക്കാം. പ്യുവർ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, ന്യൂറോ സൈക്കോളജി, ഇതെല്ലാം ഒരു പ്യുവർ സൈക്കോളജിയാണ്. ഇതിൽ നിന്നുമൊക്കെ ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുന്ന ബ്രാഞ്ച് ഓഫ് സൈക്കോളജീസ് ആണ് കൗൺസിലിംഗ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, മിലിറ്ററി സൈക്കോളജി. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഡെവലപ്മെന്റൽ സൈക്കോളജി ഒരു പ്യുവർ സൈക്കോളജിയാണ്. അതായത് എങ്ങനെയാണോ ഒരു കുട്ടി ഒരു ജനനം മുതൽ മരണം വരെ ഉള്ള ഡെവലപ്മെന്റൽ സ്റ്റേജസ് എങ്ങനെയാണോ അതിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, മേ ബി ഒരു ഫിക്സേഷൻസ് വന്നിട്ടുണ്ടാവും. അതായത് ഓരോ കൺഫ്ലിക്റ്റ്, നമ്മൾ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജസിലും നമുക്ക് ഓരോ കൺഫ്ലിക്റ്റ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ആ കൺഫ്ലിക്റ്റ് ഒക്കെ ഓരോ കറക്റ്റ് ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ അതിന് റീസോൾവ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ ഫിക്സ്ഡ് ആയി പോകും. അതിനെയാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഫിക്സ്ഡ് ആയി പോയി കഴിഞ്ഞാൽ ലേറ്റർ ഓൺ നമുക്ക് ബാക്കി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജസിലേക്ക് ആ ഒരു ഫിക്സേഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും. അതങ്ങനെ കുറെ കഴിഞ്ഞ് വരുമ്പോഴാണ് പേഴ്സണാലിറ്റി, ഒരു ചൈൽഡ് ഒരു പേഴ്സൺ, ഒരു എൽഡർ പേഴ്സൺ ആയിട്ട് മാറുമ്പോൾ റീസോൾവ് ആവാത്ത ഒരുപാട് ഫിക്സേഷൻസ്, ആ ഒരു കൺഫ്ലിക്ട്സ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെയും സാരമായി ബാധിച്ചിട്ടുണ്ടാവും. അപ്പം ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ, അതായത് പഠിച്ച കാര്യങ്ങൾ പ്യുവർ സൈക്കോളജി നമ്മൾ അപ്ലൈഡ് സൈക്കോളജി നമ്മൾ യൂസ് ചെയ്യണം. ഒന്നെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി ആയിരിക്കാം, ക്ലിനിക്കൽ സൈക്കോളജി ആയിരിക്കാം,
എന്താണോ ആ പേഴ്സണ് പറ്റിയിട്ടുള്ളത്. അപ്പം മെയിൻ ആയിട്ട് ഈ ഒരു പ്യോർ സൈക്കോളജിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ബേസ് ലൈൻ ആണ്. അതായത് പ്യോർ സൈക്കോളജി ബേസ് ചെയ്തിരിക്കുന്നത് തിയറീസിൽ നിന്നാണ്. ആ തിയറീസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? സയന്റിഫിക് എവിഡൻസ് കൊണ്ടാണ്. കാരണം സയൻസ്, സൈക്കോളജി മറ്റ് സയൻസ് സബ്ജക്ട്സിനെ പോലെ തന്നെ സയന്റിഫിക് എക്സ്പെരിമെന്റേഷൻസും ഒബ്സർവേഷൻസിലൂടെയും വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റുകളെയാണ് സൈക്കോളജിയിൽ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു പ്യോർ സൈക്കോളജി സയന്റിഫിക് എവിഡൻസോട് കൂടി വന്ന തിയറിറ്റിക്കൽ നോളജിനെയാണ് പറയുക. അപ്പൊ അതാണ് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അക്കാദമിക് പെർസ്യൂട്ട് ആണ്. പഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ അപ്ലൈഡ് ലെവലിലേക്ക് യൂസ് ചെയ്യാൻ. അപ്പൊ അതാണ് പ്യോർ സൈക്കോളജി. അപ്പൊ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പ്യോർ സൈക്കോളജിയുടെ ക്യാരക്ടറിസ്റ്റിക്സും കൂടിയാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന് തിയറിറ്റിക്കൽ നോളജ്, പിന്നെ സയന്റിഫിക് എവിഡൻസ്, അക്കാദമിക് പെർസ്യൂട്ട്. ഇനി പറയുന്നതാണ് അപ്ലൈഡ് സൈക്കോളജി. അപ്പം പ്യോർ സൈക്കോളജിയിൽ നിന്നും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈഡ് സൈക്കോളജിയിലെ ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അപ്ലൈഡ് സൈക്കോളജി റിയൽ വേൾഡ് എക്സാമ്പിൾസിലേക്ക്, അതായത് ഇപ്പോൾ ഒരാൾക്ക് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വന്നെന്നിരിക്കട്ടെ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എക്സിസ്റ്റൻഷ്യൽ തെറപ്പി നമ്മൾ യൂസ് ചെയ്യും. അതെന്താണ്? അത് സിസ്റ്റമാറ്റിക്കലി സയന്റിഫിക് സ്റ്റഡി നടത്തി അതൊരു തിയറി, സയന്റിഫിക് എവിഡൻസോട് കൂടിയ തിയറി ബേസ് ചെയ്ത് അത് അക്കാദമിക് പെർസ്യൂട്ട്, അക്കാദമിക്കലി പഠിച്ച് ആ ഒരു കാര്യം, ആ ഒരു തിയറി കൺസെപ്റ്റിനെ നമ്മൾ അപ്ലൈഡ് ലെവലിൽ ഒരാൾക്ക് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് എക്സിസ്റ്റൻഷ്യൽ തെറപ്പി ആയിട്ട് അതിനെ യൂസ് ചെയ്തു. അതാണ് അപ്ലൈഡ് സൈക്കോളജിയും പ്യോർ സൈക്കോളജിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. എന്താണ്? റിയൽ വേൾഡ് എക്സാമ്പിൾസിൽ നമ്മൾ അപ്ലൈഡ് സൈക്കോളജി യൂസ് ചെയ്തു. മാത്രമല്ല ഓറിയന്റഡ് അറ്റ് പ്രോബ്ലം ആണ്. പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് അതിനൊരു സൊല്യൂഷൻ ആണ്. നമ്മൾ അക്കാദമിക്കലി പഠിച്ച കാര്യങ്ങൾ പ്രോബ്ലം വന്ന സമയത്ത് അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത ഒരു ഫീൽഡാണ് അപ്ലൈഡ് സൈക്കോളജി. പിന്നെ പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കാം, ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിനിക്കലി എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ഡിസ്ട്രെസ്, അതായത് പേഴ്സണ്, നമുക്കോ മറ്റുള്ള ആൾക്കാർക്കോ നമ്മൾക്കോ നമ്മുടെ ഒരു കണ്ടീഷൻ കാരണം, നമ്മുടെ ഒരു മാനസികമായ പ്രശ്നം കാരണം നമ്മൾക്കും മറ്റുള്ള ആൾക്കാർക്കും അത് പ്രോബ്ലം ഉണ്ടാക്കുന്ന സമയത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒരിക്കലും ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മറ്റുള്ളൊരു ടീമുമായിട്ട്, അതായത് സൈക്യാട്രിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, ഇവരുമായിട്ടൊരു ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേറ്റീവ് ടീമായിട്ടാണ് മെന്റൽ ഹെൽത്ത് വർക്കേഴ്സ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ തിയറിറ്റിക്കലി പഠിച്ച ഒരു കാര്യം നമ്മൾ ഒരു പേഴ്സന്റെ പ്രോബ്ലം സൊല്യൂഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിന് ഇംപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി ടീമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഒന്നും കൂടി പറയാം. പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത് അക്കാദമിക്കലി ഓറിയന്റഡ് ആണ്. അത് നമ്മൾ പഠിക്കുകയാണ്. തിയറിറ്റിക്കലി ബേസ്ഡ് ആണ്. തിയറിറ്റിക്കലി ബേസ്ഡ് എന്ന് പറയുമ്പോൾ അതിന് എവിഡൻസ് ബേസ്ഡ് സയന്റിഫിക് നോളജ് ഉണ്ടാവും. സയന്റിഫിക്കലി എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള തിയറീസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് നമ്മൾ അക്കാദമിക് പെർസ്യൂട്ട്, അക്കാദമിക്കലി നമ്മൾ പഠിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങളെയാണ് നമ്മൾ ഒരു പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു ഡേ ടു ഡേ പ്രോബ്ലം സൊല്യൂഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഡിസ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ റിയൽ വേൾഡിലുള്ള ഒരു പ്രോബ്ലം സൊല്യൂഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി ടീമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിനെയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്.